എന്താണ് സരസ് മേളയിലുള്ളത്? ആദ്യം ചെന്നപ്പോൾ തന്നെ കണ്ടത് കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന ആളിനെയാണ്. നോർത്ത് ഇന്ത്യൻ ആണെന്ന് മനസ്സിലായി. എന്തായാലും റേറ്റ് നല്ലൊരു കനത്ത റേറ്റ് തന്നെ, 50 രൂപ. എന്തായാലും ചൂടത്തൊരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ്, അതും ഇഞ്ചി നാരങ്ങയൊക്കെ ഇട്ടത്. അവിടുന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കാണുന്ന ഇങ്ങനെ കമാനങ്ങളുടെ ഒരു വലിയ 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 കമാനങ്ങൾ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നു, വലിയ സ്റ്റേജും ഒരുക്കിയിരിക്കുന്നു. ഇതാണ് സരസ് മേള. സ്റ്റേജുകളിൽ കലാപരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കമാനങ്ങൾ കാണുന്നതെല്ലാം ഓരോ സ്റ്റോളുകളുടെ ഡയറക്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. പുഷ്പമേളയിലേക്ക് ആൾ കയറുന്നതിന് മുമ്പേ തന്നെ ഫുഡ് സ്റ്റാളുകളിലേക്കാണ് ആളുകളുടെ ശ്രദ്ധ പതിയുന്നത്. സാധാരണ മിക്ക സ്ഥലത്തും കാണാറുള്ളത് അങ്ങനെയൊക്കെ തന്നെയാണ്. കൺവെൻഷനുകൾ നടക്കുന്നിടത്തും പുഷ്പമേള നടക്കുന്നിടത്തും ഒക്കെ ഫുഡ് സ്റ്റാളുകളിൽ നിറയെ ആളുകൾ കൂടുന്നത് കാണാം. ഇവിടെ കാലിയായിട്ടുള്ള സീറ്റുകളൊക്കെ കാണുന്നു. കലാപരിപാടികൾ ഏകദേശം സന്ധ്യയാകുമ്പോൾ ഒരു 5 മണിക്ക് ശേഷമേ തുടങ്ങാറുള്ളൂ. ഇപ്പോൾ അവിടെ ഒരു പരിപാടിയും നടക്കുന്നില്ല. ഞങ്ങളും അതുവഴി നേരെ ഫുഡ് സ്റ്റോൾ ലക്ഷ്യമാക്കി തന്നെയാണ് പോകുന്നത്. വെള്ളക്കുപ്പികൾ നടത്തി വച്ചിരിക്കുന്നു. ധാരാളം വെള്ളം ചിലവാകും. കാരണം എല്ലാ ആവശ്യത്തിനും ജ്യൂസ് ഉണ്ടാക്കുന്നതിനും ഒക്കെ വെള്ളം ആവശ്യമുണ്ട്. അതൊക്കെ ഇവിടെ ഹരിത പ്രോട്ടോക്കോൾ പാലിക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗം അതായത് വേസ്റ്റ് തന്നെ പിന്നിൽ തന്നെ ഇടണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിച്ചെറിയരുത് എന്നൊക്കെ. പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു ബഹളം തന്നെയാണ് ആദ്യം കാണുന്നത്. വിളിച്ച് വരുത്തുന്ന അനൗൺസ്മെൻറ്റുകൾ. ഐസ്ക്രീം തിന്നാൻ സ്കീ ഐസ്ക്രീം ബ്രാൻഡഡാണ്. കേരളത്തിൽ പലയിടത്തും കാണാറുണ്ട് ഈ ഐസ്ക്രീമിൻ്റെ ബ്രാൻഡ്. പിന്നീട് കണ്ടത് ഉത്തരാഖണ്ഡിൻ്റെ ഒരു ബോർഡ് കണ്ടു. ഉത്തരാഖണ്ഡിൻ്റെ ബോർഡ് കണ്ടതേ ഉള്ളൂ. പക്ഷേ താഴെ കണ്ടത് ഫ്രൈഡ് റൈസാണ്. അവരുടെ ഫ്രൈഡ് റൈസ് അവരുടെ തനതായ ഒരു മഞ്ഞളൊക്കെ ധാരാളം ഇട്ട് ഒരു മഞ്ഞച്ചോറ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്കങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. ബിരിയാണിയും കുഴിമന്തിയും ഒക്കെ കഴിക്കുന്ന നമ്മൾ മലയാളികൾക്ക് എന്തായാലും മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ ലക്കി ഡ്രോ കൗണ്ടർ കണ്ടു. അതായത് നമ്മൾ അകത്ത് പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഭാഗ്യപരീക്ഷണം എന്തൊക്കെയോ അവിടെ ഡെയിലി ലക്കി ഡ്രോ നടക്കും എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. സരസ് മേളയുടെ കൂപ്പൺ സ്പെഷ്യലായിട്ട് ഇറക്കിയിരിക്കുകയാണ്. 100 രൂപയാണ് ലക്കി കൂപ്പണിൻ്റെ വില. അതെ, സമ്മാന കൂപ്പൺ കേവലം നമുക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണം എല്ലാ ദിവസവും കൊണ്ടുപോലും. എന്തായാലും മലയാളിൽ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പും അങ്ങനെ ഫോൺ നമ്പരൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അവരെ നമ്മളെ വിളിച്ചറിയിക്കുമായിരിക്കാം ലക്കി ഡ്രോയിൽ വിജയിയായാൽ. പിന്നെ അങ്ങോട്ട് പോസ്റ്ററുകളിൽ എന്തൊക്കെയാണെന്നൊന്ന് കണ്ണോടിച്ച് നോക്കി. പ്രത്യേകിച്ചൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഫുഡുകളുടെ തന്നെ പല പോസ്റ്ററുകൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫുഡ് സ്റ്റോളുകൾ തപ്പിയാണ് ഞങ്ങൾ ഈ കറക്കം. ഇതിനകത്ത് കയറിയപ്പോൾ വിശാലമായ ഫുഡ് സ്റ്റോൾ തന്നെയാണ്. എത്ര പേര് നിന്നാലും അറിയാത്ത തരത്തിൽ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് സ്റ്റോളുകൾ. ചുറ്റോട് ചുറ്റും ഇരിക്കാവുന്ന വട്ടമേശകളും കസേരകളും ഒക്കെ നിരത്തിയിട്ടിരിക്കുന്നു. ധാരാളം പേര് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആദ്യം കൂപ്പൺ എടുക്കണം, അതാണ് ഇവിടുത്തെ സിസ്റ്റം. ഞങ്ങളിങ്ങനെ പരതി നടക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വളരെ കാലമായി ഇപ്പോൾ മുംബൈയിൽ നിന്ന് ഇവിടെ നാട്ടിൽ എത്തിയിട്ട് 1 വർഷത്തോളമാകുന്നു. മുംബൈയിലെ സ്റ്റേപ്പിൾ ഫുഡ്സായ വടാപാവ്, പാനിപൂരി, ദാബേലി ഇങ്ങനെയൊക്കെയുള്ള സാധനം തേടിയാണ് ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ അതൊന്നും ഇവിടെ അധികമൊന്നും കാണാൻ സാധിച്ചില്ല. എന്തായാലും ഒരു പഞ്ചാബി ഫുഡ് സ്റ്റാൾ കണ്ടു. അവിടെ എന്താണെന്ന് തിരക്കാം. മട്ടൻ, ചിക്കൻ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് തന്നെയാണ്. മലയാളിയുടെ ഇഷ്ടവിഭവങ്ങൾ അവരും അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ, പഞ്ചാബ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ അവരുടെ എന്താണെന്ന് നോക്കിയപ്പോൾ ഗ്രില്ല് ചെയ്യുന്ന സാധനങ്ങൾ, മാംസം തന്നെ, ചിക്കനാണെന്ന് തോന്നുന്നു. എന്തായാലും അതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ഫുഡ് കിട്ടുന്നിടം വരെയുള്ള ഈ തിരച്ചിലൊക്കെ ഉള്ളൂ. ഇതാ കണ്ടോ, കമ്പിയെ കുരുത്ത് ചിക്കനോ മട്ടനോ അതുപോലൊക്കെയുള്ള ഐറ്റംസ് ഗ്രില്ല് ചെയ്യുന്നു, വറക്കുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ചിക്കൻ, കേട്ടല്ലോ, അഫ്ഗാൻ ചിക്കൻ എന്ന് പറയുന്ന സാധനമാണെന്ന് പറയുന്നു. താങ്ക് യു.
അവിടെ ഉണ്ടാവും. പായസത്തിനകത്ത് ഏതൊക്കെ ഐറ്റമാ? ഇതേതാ എല്ലാ സ്പെഷ്യലാണോ അതോ ഒരെണ്ണം? ഐസ്ക്രീം അതെങ്ങനെ ഇരിക്കും? കാണിച്ചേ കാണിച്ചു. ഐസ്ക്രീം കൂട്ടുപായസം ഉണ്ട്. അത് തണുപ്പാണോ? തണുപ്പാണോ? അയ്യോ തണുപ്പ് വേണ്ട, ചൂട് പായസം മതി. തണുപ്പ് വേണ്ട, തൊണ്ട. വേറെ പയറോ? ഇത് കാണിച്ച്. ഇത് ഇത് പറഞ്ഞപ്പോഴാണ് നല്ല മണം. ഇത് എത്രയാണ് ഒരു കപ്പിന്? എൻ്റെ ആളെന്ത് എന്താ നിനക്ക് വേണ്ടി? പാനിപ്പൂരി കഴിച്ചു വരാം. പായസമൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ വന്ന കാര്യം സാധിച്ചിട്ട് മതി എന്ന് വിചാരിച്ചു പാനിപ്പൂരി തെലങ്കാന അതുകൊണ്ട് വയനാട് ഉണ്ട്, കാണും, എവിടെയും കാണുന്നുണ്ട്. അവിടെയൊക്കെ ഓരോ ഉള്ള കാര്യം പറയാമല്ലോ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, UP, രാജസ്ഥാൻ ഇങ്ങനെയുള്ള കൗണ്ടറുകളൊന്നും തന്നെ ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിന്നൊക്കെ ഉള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ പാനിപ്പൂരി ഒക്കെ ശരിയായിട്ടുണ്ടാക്കുന്ന മഹാരാഷ്ട്രയുടെ സ്റ്റേപ്പിൾ ഫുഡാണ് ഉണ്ടാകുക. അപ്പോൾ പിന്നെ പോപ്പുലസ് ആണെന്ന് തോന്നുന്നു. തിരക്കിനിടയിൽ അപ്പോൾ ഇങ്ങനെ പരതി അവസാനം ഇതാ പാനിപ്പൂരിയുടെ ബാഗ് തൂങ്ങി കിടക്കുന്ന കാഴ്ചയാണ്. ഓടി അങ്ങോട്ടേക്ക് തന്നെ ചെന്നു. അത് 2 പ്ലേറ്റ് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പോവാം. ഇവിടെ ആദ്യം നമ്മൾ കൂപ്പൺ എടുക്കണം. അതും കൊണ്ട് വന്നാൽ പാനിപ്പൂരി എങ്കിൽ പാനിപ്പൂരി അങ്ങനെ എടുത്തോണ്ട് വന്ന് കൂപ്പൺ കൊടുക്കണം. എന്താ വേണ്ടതെന്ന് അവരോട് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇങ്ങനെ കാണിച്ചാൽ മതി. ഒരു പ്ലേറ്റ് 100 രൂപ, 100എങ്കിൽ 100 നോക്കാം. കൂപ്പൺ കിട്ടിയ വാശിക്ക് ഉടനടി ഓടി കൗണ്ടറിലേക്ക് പോകുന്ന എൻ്റെ ഭാര്യ. കാരണം വർഷങ്ങളായി പാനിപ്പൂരി കഴിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് വെളിയിലൊക്കെ പോയി മഞ്ഞ സംസ്ഥാനങ്ങളിൽ കഴിച്ചിട്ടുള്ളവർക്കറിയാം. എന്തായാലും ഈ പാനിപ്പൂരി ട്രൈ ചെയ്തിട്ട് തന്നെ കാര്യം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിറങ്ങിയതുപോലെ തന്നെ പാനിപ്പൂരി സംഭവിക്കുവാൻ പോകുന്നു. പാനിപ്പൂരിയൊക്കെ എടുത്ത് നിരത്തുന്നു പാത്രങ്ങളിൽ. പക്ഷെ നിരത്തി വെക്കുന്നത് കണ്ടപ്പോൾ തന്നെ തോന്നി ഇതെന്തോ ഒരു അപാകതയുണ്ട്. അവർ പൊട്ടിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നോക്കാം. എന്തായാലും അവർ കാര്യങ്ങളൊക്കെ അടുപ്പിക്കും. ഇത് പൊട്ടിച്ച് അതിൻ്റെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് വട്ടാണ എന്ന് പറയും. വട്ടാണ, പച്ചവട്ടാണ പുഴുങ്ങിയത്, പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, പിന്നെ ഷേവ് എന്ന് പറയുന്ന നമ്മുടെ മിക്സർ കൊണ്ട് കുറച്ച് സാധനം, ഇത്രയും ഐറ്റം അതിനകത്തിട്ട് പാനി, അതായത് മല്ലി വെള്ളം തിളപ്പിച്ചതാണത്. ആ വെള്ളമാണ് പച്ചമരത്തിൽ പാനിയായിട്ട് കിട്ടുന്നത്. കുറച്ച് പുളി ചേർത്ത്. ഈ പാനിപ്പൂരിയിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ പൂരി ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇതിനകത്ത് മെയിൻ ഐറ്റം ഇതാണ് ഈ പാനി. ഇത് മല്ലി വെള്ളമാണ്, മെയിനായിട്ട് മല്ലിയാണ് ഇതിനകത്ത് ചതച്ചത്. പിന്നെ ബാക്കി ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ കടല പുളിക്കണ്ട, അതും ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി പിന്നെ ഷേവ് എന്ന് പറയും. എല്ലാം കൂടി ഫില്ല് ചെയ്തതാണ്. इतना कितना प्लेट जो क्या प्लेट है? जाम कुछ नहीं है। ഈ ഫില്ലിംഗ് ആണ് അതിനകത്തെ മെയിൻ. ഒരു ഇത് കഴിക്കുന്നത് ലൈറ്റായിട്ട് നമുക്ക് കഴിക്കാം ഈ സാധനം. ഒക്കെ ആണെങ്കിൽ ഇവിടെ സീറ്റ് കിട്ടാൻ വലിയ പാടാണ്. വട്ടമേശയ്ക്ക് കിട്ടിയും ആൾക്കാർ എല്ലായിടത്തും
ഞങ്ങളും ഏതായാലും അല്പം മുമ്പ് ഉടനെ ഇറങ്ങി പോയ ഉടനെ ഞാൻ സീറ്റ് പിടിച്ചു. ഞങ്ങൾ സീറ്റ് പിടിച്ചെടുത്ത് 5-6 സീറ്റുണ്ട്. ഞങ്ങൾ 2 സീറ്റ് പിടിച്ചു. ഇരുന്ന് സാവകാശം കഴിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ നുണഞ്ഞു പോകാമെന്ന് കരുതി. എന്തായാലും തുളയ്ക്കാനൊക്കെ പെട്ടെന്ന് ആൾ വരുന്നുണ്ട്. കുടുംബശ്രീകളുടെ അംഗങ്ങളൊക്കെ നല്ല പെരുമാറ്റവും നല്ല രീതിയിൽ അവർ പണിയെടുക്കുന്നുമുണ്ട്. പൂരിയുടെ കിഴിക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ കൂടെയൊക്കെ പോകും. വളരെ കാലങ്ങൾക്ക് ശേഷം കഴിക്കാൻ വാശിക്ക് 2 പേരും കൂടി ഒറ്റപ്പിടിയാണ്. അതായത് ഒരു പ്ലേറ്റിൽ ഒരു 10-12 പാനിപൂരി ഉണ്ടായിരുന്നു നമ്പർ അനുസരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് ഒട്ടും പിടിച്ചില്ല. സത്യം പറയാമല്ലോ, പുളിച്ചിട്ട് ആ പുളി കൂടുതലായിരുന്നു. അത് പുളി കയറ്റി അവരിട്ടിരുന്നു. അത് കാരണം ആ പാനിപൂരിയുടെ ടേസ്റ്റേ മാറിപ്പോയി. അതിൻ്റെ വെള്ളവും അത്ര ക്വാളിറ്റി അല്ല. മല്ലിവെള്ളം രക്ഷയില്ല. എന്തായാലും നിരാശയോടെ അടുത്ത കൗണ്ടർ എവിടെ എന്ന് ഒന്ന് പരതിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഇരുന്നു. വടാപ്പാവ് വേണോ അല്ലെങ്കിൽ ദാബേലി ഉണ്ടോ ഇതൊക്കെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ വടാപ്പാവൊക്കെ അവിടെ വാങ്ങിക്കുന്നുണ്ട്. വടാപ്പാവ് വെറുതെ ട്രൈ ചെയ്യണ്ട എന്ന് ഞങ്ങളങ്ങ് തീരുമാനിക്കുകയായിരുന്നു. കാരണം വടാപ്പാവ് 50 രൂപ അവിടെ വാങ്ങിക്കുന്നുണ്ട്. അത്രയ്ക്ക് അവ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം വടാപ്പാവിൻ്റെ ഒറിജിൻ മഹാരാഷ്ട്രയിലാണ്. അങ്ങനെ ഒരു കൗണ്ടറെ ഞങ്ങളവിടെ കണ്ടില്ല. പിന്നെ ഇത് എങ്ങനെയൊക്കെയും ഉണ്ടാക്കി തരുന്നത് വേണ്ട എന്ന് തന്നെ ഞങ്ങൾ കരുതി. പലരും ചുറ്റുവട്ടത്തിരുന്ന് പലതും കഴിക്കുന്നുണ്ട്. പലരും ന്യൂഡിൽസ് അതുപോലെയൊക്കെയുള്ളതാണ് ട്രൈ ചെയ്യുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഞങ്ങളെപ്പോലെ ഇതൊക്കെ തിന്നാൻ വരുന്നവരും ധാരാളം പേര് കാണും. എന്തോ ഞങ്ങൾക്ക് ഒട്ടും തൃപ്തിയായില്ല. ഫുഡ് സ്റ്റാളിൽ ആദ്യം വന്ന് ഞങ്ങൾ ആഗ്രഹിച്ച ഐറ്റം തന്നെ ഞങ്ങളെ നിരാശപ്പെടുത്തി കളഞ്ഞു. എന്തായാലും ആ ഇരിപ്പ് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഫാനും ഒക്കെ ഇട്ട് തുറന്ന ഓപ്പൺ എയർ സംവിധാനം, നല്ല ആംബിയൻസ് ഒക്കെയാണ്. പക്ഷേ സരസ് മേള ഇങ്ങനെയാണോ നടത്തേണ്ടത് എന്ന് തോന്നിപ്പോയി. ഒതൻറ്റിക്കായിട്ടുള്ള കൗണ്ടറുകൾ വേണമായിരുന്നു. സ്റ്റേറ്റുകളുടെ അതാത് ഒതൻറ്റിക് ഫുഡുകൾ അവർക്ക് സെർവ് ചെയ്യാൻ കഴിയണം. അത് ആയിരിക്കണം ഇനി അടുത്ത സരസ് മേളയിലെ ഉദ്ദേശം. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത്രേ ഫീഡ്ബാക്ക് തരുന്നുള്ളൂ. ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള എക്സിറ്റ് നോക്കുകയാണ്. അതിന് മുൻപേ അല്പം വെള്ളം കൂടി കുടിച്ചാൽ എന്താ എന്നൊരാഗ്രഹം. കാരണം ഈ പുളിവെള്ളമൊക്കെ അകത്ത് ചെല്ലുമ്പോഴേ നമുക്ക് അല്പം വെള്ളം കുടിച്ചാൽ എന്താണെന്നൊരു തോന്നൽ വരും. അവിടെ കമത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ പോയി വെളിയിലേക്ക് പോകുന്ന പോക്കിൽ വെള്ളം കൂടി കുടിച്ചിട്ട് പോകാം. മറ്റെന്തെങ്കിലും കാഴ്ചകളോ കാണാനുള്ള ഫുഡോ മറ്റ് വാങ്ങാനുള്ളതുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നു. കുറേ കുട്ടികൾ അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങി കഴിക്കുന്നുണ്ട്. ഇവരൊക്കെ ടൈം പാസിന് വേണ്ടി ഒരു രസത്തിന് വേണ്ടി കയറുന്നവരായിരിക്കാം. രുചിയൊന്നും നോക്കിയായിരിക്കില്ല. എന്തായാലും വെള്ളം ഫ്രീ ആണ്. വെള്ളം ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കുക തന്നെ ചെയ്തു. അവിടെ നിന്ന് പല കമാനങ്ങളും ബാനറുകളും ഒക്കെ കണ്ട് ഇങ്ങനെ യാത്രയാവുകയാണ് ഞങ്ങൾ വെളിയിലേക്ക്. ഇനി എന്ത് എന്ന ഒരു പരതലിലൂടെ വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു പരവേശത്തോടു കൂടി. ബിന്ദുവിന് വെള്ളം ഒന്നും വേണ്ട. നമ്മളധികം വെള്ളം കുടിക്കാറില്ല. നല്ല ചൂടുണ്ട്. അന്തരീക്ഷം നല്ല ചൂട് തന്നെയാണ്. കനത്ത ചൂട് തന്നെയാണ്. ഡ്രൈ സീസണാണ്. അപ്പോൾ ഫെബ്രുവരിയിലെ ചൂട്. കഫേ എന്തൊക്കെയോ ബോർഡുകൾ കാണുന്നുണ്ട്. ഇതൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. എന്തായാലും കഴിച്ച സാധനത്തിൻ്റെ നിരാശ ഒട്ടും മുഖത്ത് കാണിക്കാതെ തന്നെ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ ഒരു നിരാശ കൂടിക്കൂടി വരുന്നുണ്ട്. കാരണം മറ്റൊന്നും വാങ്ങാനില്ലല്ലോ എന്ന നിരാശ. വെളിയിലേക്ക് പോകുമ്പോൾ ഐസ്ക്രീം കൗണ്ടറിലൊക്കെ വളരെ ആൾക്കാർ തിങ്ങി കൂടിയിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. ഐസ്ക്രീം ഈ രാക്കിന് തിന്നുന്നത് അത്ര പന്തിയല്ല. മേളയുടെ ഒരു കൗണ്ടർ കണ്ടു. അവിടെ ടിക്കറ്റ് നിരക്ക് ഉണ്ട്. അത് കൊടുത്തേ അകത്ത് പോകാനൊക്കത്തുള്ളൂ. എന്തോ 30 രൂപയാണെന്ന് ഒരു പാസിന് ഒരാൾക്ക്.
അതത്ര കൂടുതലൊന്നുമല്ല, പക്ഷേ അതിന് മാത്രമൊന്നും അവിടെ വെളിയിൽ നിന്ന് ഒറ്റ നോക്കിയിട്ടൊന്നും കാണുവാനുണ്ടെന്ന് തോന്നുന്നില്ല പുഷ്പമേളയ്ക്കകത്തോട്ട്. അതുകൊണ്ട് തന്നെ പോകണമെന്ന് ഒട്ടും താല്പര്യവും തോന്നിയില്ല. ഞങ്ങൾ നേരെ തിരിച്ച് വശം ചേർന്ന് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അവിടെ പെറ്റ് ഷോ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഷോയോ ഒക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെ വലിയ വലിയ ലൈൻ വീലും സ്ലൈഡിങ് ഒക്കെയാണ്. അപ്പോൾ അത് വേണ്ട, ടാറ്റ ബൈ ബൈ. ഇനി വേണമെങ്കിൽ റൗഡി ഇത് സാധനത്തിലൊക്കെ പിള്ളേർക്കൊക്കെ കയറാം. ഇപ്പോൾ വെയിലത്താരും കയറില്ല, സന്ധ്യാരാത്രി ആകുമ്പോഴാണ് സാധാരണ സർക്കസ് എല്ലാ എക്സിബിഷനിലും ഒക്കെ കാണുന്ന എല്ലാ ഐറ്റങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടികളൊക്കെ അവിടെ തിരക്ക് കൂട്ടുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. കുട്ടികൾക്കൊക്കെ അമ്യൂസ്മെൻ്റൊക്കെ നല്ലത് തന്നെ. എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ വന്നവരൊക്കെ അതിനൊക്കെ നല്ല കാശ് വരികയും ചെയ്യും, യാതൊരു സംശയവുമില്ല. അതിന് ഈ സരസ് മേളയിൽ ഫുഡ് സ്റ്റോൾ കപ്പലണ്ടി കുറിച്ചുകൊണ്ട് ഞങ്ങൾ കപ്പലണ്ടി വറക്കക്കാരൻ ഇതൊക്കെയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കപ്പലണ്ടി വറുത്തിട്ടുണ്ട്. അത് 2 കൂടി ഞങ്ങൾ വാങ്ങിച്ച് കുറിച്ചുകൊണ്ട് വെളിയിലേക്ക് യാത്രയാണ്. നല്ല കപ്പലണ്ടിയാണ്. ഇത്രയൊക്കെയുള്ളൂ സരസ് മേള. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ഗുഡ് ബൈ.